ഇക്കൊല്ലം സമർത്ഥമായ മഴ ലഭിച്ചതിനാൽ വാഴക്കൃഷിക്ക് അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. എന്നാൽ മഴ മാറി ശക്തമായ വരൾച്ച തുടങ്ങിയപ്പോഴും വാഴകളൊക്കെ കുലയ്ക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ കരപ്പുരയിടത്തിൽ നിൽക്കുന്ന ഈ വാഴകൾ, പ്രത്യേകിച്ചും പാളയംതോടന്, റോബസ്റ്റ, ഏത്തവാഴ, ഇതൊക്കെ ഇപ്പോൾ കുലച്ച് വരികയാണെങ്കിൽ, ജലസേചനം കുറവാണെങ്കിൽ ആ വാഴകൾ ഒടിഞ്ഞു വീഴാനും ആ കുലകൾ നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. കർഷകർ വളരെയധികം കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കുന്ന ഒരു വാഴ ഇത്ര വലിയൊരു കൊലയൊക്കെ ആയി അത് പാകമാകാതെ ഒടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ വളരെയധികം പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഇനിയുള്ള ഏതാനും മാസങ്ങൾ വെള്ളത്തിനുമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം കൊണ്ട് ഈ വാഴകൾ ശക്തമായി വളർത്തിയെടുക്കാൻ, അതായത് ഈ കൊലകൾ ഒടിഞ്ഞു പോകാതെ തന്നെ അത് വിളയാൻ പാകമാകാനും അത് വിറ്റ് കാശ് മേടിക്കാനുമുള്ള കാര്യങ്ങൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ വളർത്തി കൊണ്ടുവരുന്ന വിത്തുകൾക്ക് ഈ മഴ പെയ്യുമ്പോഴത്തേന്, അതായത് ഈ വരൾച്ച മാറി മഴക്കാലം ആകുമ്പോഴത്തേന് അവ കുലകളായി കിട്ടാനും ഒക്കെ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെ കുറച്ച് വെള്ളം കൊണ്ട് ഈ കുലകൾ പാകപ്പെടുത്തിയെടുക്കാനും ഒപ്പം ഇതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഈ വിത്തുകൾ വളർത്തി വലുതാക്കാനും, ഈ കുല നമ്മൾ പാകമാകുമ്പോൾ വെട്ടി വിറ്റതിന് ശേഷം തൊട്ട് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഈ വിത്തുകൾ കുലച്ച് കിട്ടുന്നതിനുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരു മാർഗമുണ്ട്. ആ മാർഗം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും അധികം ക്ലേശങ്ങൾ അനുഭവിക്കുന്ന വിഭാഗങ്ങളിൽപ്പെടുന്ന ആൾക്കാരാണ് കർഷകൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പലവിധ കാരണങ്ങളാണ് നമുക്ക് അതിനുള്ളത്. ഒന്ന്, വളങ്ങളുടെ വില കൂടുതൽ, കൂലി കൂടുതൽ, അതുപോലെ തന്നെ ക്ഷുദ്രജീവികളുടെ ശല്യങ്ങൾ, അതുപോലെ തന്നെ മുടക്കുമുതലും വിൽക്കുമ്പോൾ കിട്ടുന്ന ആ വിലയും തമ്മിൽ കൂട്ടി നോക്കുമ്പോഴുണ്ടാകുന്ന അന്തരങ്ങൾ, ഇതെല്ലാം കർഷകർ നേരിടുന്ന വളരെയധികം ബുദ്ധിമുട്ടുകളാണ്. എന്നാൽ നമ്മളിലധികം പേര് ഇപ്പോൾ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുലകൾ മാത്രം ഉൽപ്പാദിപ്പിക്കുക, പച്ചക്കറികൾ മാത്രം ഉൽപ്പാദിപ്പിക്കുക, കിഴങ്ങുവർഗ്ഗ വിളകൾ മാത്രം ഉൽപ്പാദിപ്പിക്കുക എന്നൊക്കെയുള്ള രീതികളാണ്. അപ്പോൾ ഈ രീതികൾ മുൻനിർത്തി നമ്മൾ പോകുമ്പോഴും നമ്മൾ 4-5 മൂട് വാഴ നട്ടാൽ അത് വരൾച്ചയെ നേരിട്ട് പല്ലായി പോകാതെ, മോശപ്പെട്ടു പോകാതെ, ചീത്തയായി പോകാതെ അത് പാകപ്പെടുത്തി എടുക്കുന്നതിനുള്ള ഒരു വിധിയാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് വളരെ ഗുണപ്രദമായ ഒരു വീഡിയോയാണ് ഞാൻ നമ്മുടെ കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇപ്പോഴെന്ന് പറയുമ്പോൾ ഈ മാസം, അതായത് നമ്മൾ ഈ ഉണക്ക് കാലം, ധനു, മകരം, കുംഭം, മീനം, മേടമാസങ്ങളിലൊക്കെ ശക്തമായ വരൾച്ചയാണ്, ഉണക്കാണ്. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ നമ്മൾ വാഴക്കൃഷി ചെയ്യുന്നവർക്കൊക്കെ വലിയ പ്രയാസമാണ്. കാരണം ഈ ഉണക്കിനെ അതിജീവിക്കാൻ ഒക്കാത്ത ചില വാഴകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് റോബസ്റ്റ, പാളയംതോടൻ വാഴകളൊക്കെ ഉണക്കിനെ അതിജീവിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ ഈ വാഴകൾക്ക് ഇപ്പോൾ തന്നെ ഇത് നോക്കിയാട്ട് എൻ്റെ അടുത്ത് നിൽക്കുന്ന ഇത് 2-3 വാഴകൾ ഇപ്പോൾ തുലച്ചു, അത് കൂമ്പൊടിച്ച് കഴിഞ്ഞുള്ളൂ, ഇത് പടലേറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഉണക്ക് സമയങ്ങളിൽ ഇതിന് നല്ല വിലയാണ്. പക്ഷേ നമ്മളിതിന് നല്ല രീതിയിൽ സംരക്ഷിച്ചില്ലെങ്കിൽ ഈ കൊല അങ്ങ് ഒടിഞ്ഞു പോകും. വാഴ പഴുത്ത് ഈ ചൂടിനെ അതിജീവിക്കാൻ വയ്യാത്തതുകൊണ്ട് ഈ വാഴപ്പിണ്ടിയാക്കി അങ്ങ് പഴുത്ത് ഇതങ്ങ് ഒടിഞ്ഞു വീഴും. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ സുഹൃത്തുക്കളെ പങ്കുവെക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന നോക്കിയിട്ട് കന്നാസാണ്. ഈ കന്നാസിന് വലിയ വിലയൊന്നുമില്ല. ഇത് ആക്രി കടകളിൽ ഒരു 5-10 രൂപ കൊടുക്കാമെങ്കിൽ ഇതേപോലെ കന്നാസ് കിട്ടും. അപ്പോൾ ഈ കന്നാസിൻ്റെ അടിഭാഗത്ത് ഒരു ആണി പഴിപ്പിച്ച് നമ്മൾ 2 സുഷിരം ഉണ്ടാക്കിയിട്ടുണ്ട്. ആണി പഴിപ്പിച്ച് ചെറിയ രീതിയിൽ 2 സുഷിരങ്ങൾ. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ കന്നാസാണ് ഈ വാഴയുടെ, കുലച്ച വാഴയുടെ ചുവട്ടിലൂടെ നമ്മൾ ഈ കന്നാസ് അങ്ങ് വെച്ചു. നമ്മൾ കന്നാസ് വെച്ചിട്ട് ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇതിന് നമ്മൾ കുറച്ച് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ഈ വെള്ളം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. കന്നാസിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്.
അപ്പോൾ ഈ ഒഴിച്ചു കൊടുത്ത വെള്ളം 10 ലിറ്റർ വെള്ളം 10 ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ ഈ കന്നാസിൽ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ചെറിയ 2 ദ്വാരത്തിലൂടെ ഈ 10 ലിറ്റർ വെള്ളം 10 ലിറ്റർ വെള്ളമാണ് ഈ കന്നാസിൽ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഈ ഒഴിച്ചു കൊടുത്ത വെള്ളം ചെറിയ ദ്വാരത്തിലൂടെ കുറേശ്ശെയായിട്ട് ഈ വാഴയുടെ ചുവട്ടിൽ വീണുകൊണ്ടിരിക്കും. അങ്ങനെ വീഴുന്നുണ്ടെങ്കിൽ കുറേശ്ശെയാണ് വീഴുന്നത്. അപ്പോൾ വെള്ളം വാഴയുടെ ചുവട് മൊത്തം വ്യാപിക്കുകയും അങ്ങനെ ഇഷ്ടംപോലെ വെള്ളം ഈ വാഴയ്ക്ക് ലഭിക്കുകയും വെള്ളം വലിച്ചെടുത്ത് പച്ചയായിട്ട്, അതായത് നല്ല മഴയുള്ള ഒരു കാലാവസ്ഥയെ പോലെ വാഴ നിൽക്കുകയും ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഈ കുലകളൊക്കെ നല്ല രീതിയിൽ വിളഞ്ഞു കിട്ടുകയും, അപ്പം ഈ ഉണക്ക് കാലത്ത് നല്ല വില കിട്ടും, മികച്ച വിലയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നല്ല വിലയൊക്കെ നമുക്ക് ഈ കുലകൾക്ക് ലഭ്യമാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ വിത്തുകൾ നിർത്തിയിട്ടുണ്ട്. ഈ വിത്തുകളും ഈ ജലം ഉപയോഗിച്ച് അല്ലെങ്കിൽ ജലം വലിച്ചെടുത്ത് നല്ല രീതിയിൽ വളർന്ന് വരികയും ഈ മഴയ്ക്ക് മുമ്പ് തന്നെ അവയെ കൊലയാവുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു രീതി ഒന്ന് പരീക്ഷിച്ച് കഴിഞ്ഞാൽ ഈ ഉണക്ക് കാലത്ത് നമുക്ക് വളരെ വാഴ കർഷകർക്ക് ഒരു ആശ്വാസമായിരിക്കും. കാരണം ഒരാൾക്ക് 5ഓ 10ഓ വാഴയൊക്കെ ഉണ്ടെങ്കിലും നമുക്കത് ചെയ്യാം. കാരണം ഒരാഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് അടുത്ത ദിവസം ഈ കന്നാസ് എടുത്ത് മറ്റൊരു വാഴയുടെ ചുവട്ടിൽ ഇതുപോലെ ചെയ്യാം. അങ്ങനെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം വീതം ഇങ്ങനെ ചെയ്തു കൊടുത്താൽ അതിൻ്റെ ചുവട്ടിൽ വെള്ളം നിൽക്കുകയും അതുപോലെ തന്നെ നല്ല വാഴയായിട്ട് വരികയും ചെയ്യും. അതുപോലെ തന്നെ ഈ വാഴയുടെ ചുവട്ടിൽ, ഇപ്പോൾ ഈ വാഴയുടെ ചുവട്ടിൽ തന്നെ ഒരു മൂട് മുളകൊടിയുണ്ട്, പിന്നെ മാവുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അങ്ങനെ പരിചരിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇന്ന് പരിശോധിച്ച് നോക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും ഈ അറിവുകൾ സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നാളിതുവരെ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും കൃത്യമായ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.